റിപ്പോർട്ടർ ബ്രേക്കിംഗ്. പത്തനംതിട്ട സ്വദേശിയായ യുവാവ് മുംബൈയിൽ ആത്മഹത്യ ചെയ്തതിന് പിന്നിൽ ലോൺ ആപ്പിന്റെ ഭീഷണിയെന്ന് കുടുംബം പറയുന്നു. മകൻ മരിച്ച ശേഷവും ഭീഷണി സന്ദേശങ്ങൾ വരുന്നു. മകന്റെ ഭാര്യയെ അപായപ്പെടുത്തുമെന്നാണ് മാഫിയ സംഘം ഭീഷണിപ്പെടുത്തുന്നതെന്നും കുടുംബം ആരോപിച്ചു. ഓൺലൈൻ വായ്പാ സംഘം ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് ഡയറിയിൽ എഴുതിവെച്ച ശേഷമാണ് യുവാവ് ആത്മഹത്യ ചെയ്തത്. 10 മിനിറ്റിനുള്ളിൽ പണം അയച്ചു തന്നില്ലെങ്കിൽ കുടുംബത്തെ ഉൾപ്പെടെ മോശമായി ചിത്രീകരിക്കുമെന്നാണ് ലോൺ ആപ്പുകൾ ഭീഷണി മുഴക്കുന്നത്. ബ്ലാക്ക് മെയിലാണ് പരിപാടി. भैया मैं लास्ट टाइम बोल रहा हूँ 10 मिनट के अंदर पेमेंट करो, अगर फुल 2000 नहीं है तो 800 पेमेंट करो, जल्दी से पेमेंट का स्क्रीनशॉट भेजो, अदरवाइज आपकी फाइल एक्शन डिपार्टमेंट में और फैमिली कॉलिंग स्टार्ट करें, आपकी उनकी फोटो ऑल कॉन्टैक्ट्स में और फैमिली में और सोशल मीडिया पे अपलोड कर देंगे. लास्ट टाइम बोल रहा हूँ ओपन ऐप एंड पे लोन और मुझे स्क्रीनशॉट भेजो. 2026 മാർച്ച് 24-ന് പത്തനംതിട്ട സ്വദേശിയായ 34-കാരനായ യുവാവിനെ മുംബൈയിൽ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ അതൊരു ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് വിവരം ലഭിക്കുന്നു. ആത്മഹത്യയ്ക്ക് കാരണം ലോൺ ആപ്പായിരുന്നു. ഇപ്പോൾ ആ യുവാവിൻ്റെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ്. മകൻ്റെ ഫോൺ പരിശോധിച്ചപ്പോൾ ഇക്കാര്യം നമുക്ക് വ്യക്തമായി. ലോൺ ആപ്പ് തന്നെയാണ് മരണത്തിന് കാരണമെന്ന് ക്രൈം സെല്ലുകാർ പരിശോധിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞങ്ങളോട് പറയുന്നത് ഇത് ബ്ലാക്ക് മെയിലാണ്, എന്നിട്ടാണ് പറഞ്ഞ് കേസ് കൊടുക്കണമെന്ന് പറഞ്ഞത്. മകൻ്റെ മരണശേഷവും ഈ ലോൺ ആപ്പുകാർ നമ്മളെ വിളിക്കാറുണ്ട്. എന്നെയും വിളിക്കാറുണ്ട്, അവൻ്റെ ഭാര്യയും വിളിക്കാറുണ്ട്. കേരളത്തിൽ ഇവിടെ വന്നു കഴിഞ്ഞ് വൈശാലി സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് നിരന്തരം വിളിക്കുന്നുമുണ്ട്. ആ സെക്യൂരിറ്റി ഗ്രൂപ്പിലേക്ക് ദേവനാഥ് അല്ലെ എൻ്റെ മകൻ പൈസ കൂടുതലായിട്ട് ഇട്ടതായിട്ടും കാണുന്നുണ്ട്. എന്തെങ്കിലും ഡയറി കുറിപ്പോ അങ്ങനെ എന്തെങ്കിലും? ആ ഡയറി കുറിപ്പിനകത്ത് അവൻ്റെ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എല്ലാം എഴുതിയിട്ടുണ്ട്. പറയുന്നത് അവർ നമ്മളെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുക, എല്ലാവരും നോക്കണമെന്നൊക്കെ അതിനകത്ത് എഴുതിയേക്കുന്നത്. അത് ആരെഴുതി എങ്ങനെ അറിയുന്നൊന്നും അറിയത്തില്ല. തൻ്റെ മകൻ്റെ മരണത്തിന് ഉത്തരവാദികളായിട്ടുള്ള ഈ പ്രതികളെ പിടികൂടണം, നിയമത്തിന് മുന്നിൽ എത്തിക്കണം, കേരള പോലീസിലും പരാതി നൽകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജിക്കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ. ഈ ശബ്ദരേഖ ഞങ്ങൾ പ്രേക്ഷകരെ കേൾപ്പിച്ചത് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ. ഇങ്ങനെയാണ് ബ്ലാക്ക് മെയിലിംഗ്. അയാളുടെ ടോൺ കണ്ടില്ല. ഒരു കോൾ സെന്ററിൽ ഇരുന്ന് അയാൾ നിർവികാരമായിട്ട് പറയാണ് 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ 10,000 രൂപ അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മുഴുവൻ ബന്ധുക്കളുടെയും ഫോട്ടോകളിലുള്ള മുഴുവൻ ആളുകളുടെയും ഫോട്ടോകൾ മോർഫ് ചെയ്ത് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന പൈസ എടുത്തിരിക്കുന്ന ആളുകൾ ടെൻഷൻ അടിക്കും. നമ്മുടെ ഗാലറി കിടക്കുന്ന ചില ആളുകളുടെയും കോൺടാക്ട് ലിസ്റ്റിൽപ്പെട്ടവരുടെ, അത് ടീച്ചറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, നിങ്ങളുടെ സഹോദരിയായിരിക്കാം, അവരുടെയൊക്കെ ഫോട്ടോ ഉമ്മയുടെ കൈവശം എത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ഫോട്ടോ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കിയിട്ട് ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് പ്രചരിപ്പിക്കുന്ന എന്താണെന്നറിയോ? ഇവനൊരു കുട്ടികളെ പീഡിപ്പിക്കുന്നവനാണ്. പെൺകുട്ടികളെ കുറിച്ചാണെങ്കിൽ പറയുക ഇത് കാശിന് വില കൊടുത്താൽ കിട്ടുന്ന ആൾക്കാരാണ് എന്ന മട്ടിലുള്ള പ്രചരണം നടത്തി ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ലോൺ ആപ്പിൻ്റെ സംഘമാണ്. ഇതാണ് അവരുടെ ടോൺ. പ്രവീൺ പുരുഷോത്തമൻ നമുക്കൊപ്പമുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്താണ് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒരാൾ ജീവൻ ഒടുക്കിയത്. ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ഇപ്പോൾ പറയുന്നത് പോലെ ഈ സമൂഹം ഈ ചെറുപ്പക്കാരന് കൂടുതൽ പിന്തുണ നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാളിപ്പോൾ ജീവനോടെ കാണുമായിരുന്നു അല്ലേ പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. നമ്മൾ ഈ യുവാവിൻ്റെ പിതാവുമായി സംസാരിച്ചിരുന്നു. പത്തനംതിട്ട സ്വദേശിയാണ് ഈ യുവാവ്. മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത്. മുംബൈയിലെ താമസ സ്ഥലത്താണ് ഇദ്ദേഹത്തെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പിന്നീട് മുംബൈ പോലീസ് അന്വേഷിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫോൺ പരിശോധിച്ചപ്പോഴാണ് ലോൺ ആപ്പ്, അതിൻ്റെ സമ്മർദ്ദമാണ് ഇദ്ദേഹത്തിൻ്റെ ഈ യുവാവിൻ്റെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കണ്ടെത്തിയത്. ഈ യുവാവിൻ്റെ ഫോൺ വീട്ടുകാരുടെ കൈവശം തന്നെയുണ്ട്. പക്ഷേ ഏറ്റവും ദാരുണമായിട്ടുള്ളൊരു കാര്യം എന്നുള്ളത്, ഇപ്പോഴും ഈ ലോൺ ആപ്പ് ആളുകൾ ഈ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്, കോൾ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് പണം തിരികെ നൽകണം എന്ന് തന്നെയാണ്. അത്തരത്തിലുള്ള ഭീഷണികൾ വരുന്നു. മറ്റൊന്ന്, ഈ ടെലിവിഷൻ ന്യൂസ് ചാനലുകളുടെ സ്ക്രീൻ അവർ കൃത്രിമമായി സൃഷ്ടിച്ച് അതിൽ ഒരു വാർത്ത വന്ന രീതിയിൽ, അതായത് ഇയാൾ ഇന്ന കേസിൽ പ്രതിയാണ്, അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലുള്ള സ്ക്രീൻഷോട്ട് തയ്യാറാക്കി, അത് യുവാവിൻ്റെ ഫോട്ടോ സഹിതം സ്ക്രീൻഷോട്ട് തയ്യാറാക്കി കുടുംബാംഗങ്ങൾക്ക് അയക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നത് ഈ ഫോണിലുള്ള കംപ്ലീറ്റ് കോൺടാക്ട് ലിസ്റ്റുകൾ തങ്ങളുടെ കൈവശമുണ്ട്, ഇനിയും പണം തന്നില്ലെങ്കിൽ ഇത്തരം ഫോട്ടോസ് ഇവരുടെ സുഹൃത്ബലത്തിലുള്ള ആളുകൾക്ക്, അതായത് ആ കോൺടാക്ട് നമ്പറിലേക്കെല്ലാം അയക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ ഒരു പരിചയത്തിലുള്ള ഒരാളെ പറ്റി ഇത്തരത്തിലുള്ള ഒരു സ്ക്രീൻഷോട്ട് നമ്മുടെ ഫോണിൽ വന്നു കഴിഞ്ഞാൽ നമ്മളും ആളെ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് തന്നെയാണ് ഈ ലോൺ ആപ്പ് സംഘം ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, ഈ ശബ്ദ സന്ദേശങ്ങൾ സ്ഥിരമായി ഇവരുടെ ഫോണിലേക്ക് ഇപ്പോഴും വരുന്നുണ്ട്. അത് ഈ ആത്മഹത്യ ചെയ്ത യുവാവിൻ്റെ ഫോണിലേക്കും ഒപ്പം തന്നെ ഭാര്യയുടെ ഫോണിലേക്ക്, പിതാവിൻ്റെ ഫോണിലേക്ക്, സഹോദരൻ്റെ ഫോണിലേക്ക് എല്ലാം ശബ്ദ സന്ദേശങ്ങൾ വരുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് ഒരു കോൾ
സെന്ററിൽ ഇരുന്ന് വിളിക്കുന്ന രീതിയിലുള്ള ശബ്ദ സംഭാഷണങ്ങളാണ്. അതായത് ആ ശബ്ദം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഒന്നിൽ കൂടുതൽ ആളുകൾ ആ മുറിയിലുണ്ട്. ഒരേ സമയം തന്നെ പല ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സംഘം തന്നെയാണ്. ഏതായാലും മുംബൈ പോലീസ് ഈ ഒരു കേസ് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. പിതാവ് നമ്മോട് പറഞ്ഞത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ കേരള പോലീസിലും പരാതി നൽകും എന്നുള്ളതാണ്. ഈ ഒരു സംഭവത്തിൽ ഉത്തരവാദികളായിട്ടുള്ള ദിവസവും ലോണാപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോഴാണ് നിരവധി ആളുകൾ ഈ ചതിക്കുഴിയിൽ വീണ് കിടക്കുക. 10-12,000 ആൾക്കാരുടെ ഡാറ്റ ഈ സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നു. നിതിൻ രാജിന്റെ ജീവനെടുത്തതിൽ ഒരു വിഭാഗം അതല്ലേ, മറ്റൊന്ന് അധ്യാപകർക്കെതിരെയുള്ള ആരോപണമാണ്, അതവിടെ നിൽക്കുന്നു ഡോക്ടർ റാമിനെതിരെ. പക്ഷേ അതിലെ ഒരു പ്രധാന ടീം ഈ പറയുന്ന ലോണാപ്പ് സംഘമാണ്. ഇവരുടെ കയ്യിലുണ്ട് ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്നായിരുന്നു ഇവരുടെ പേര്. എന്നിട്ട് ഒരു കാര്യം നമുക്ക് പറയാം, പൈസ വാങ്ങിച്ച് തിരിച്ചു കൊടുക്കണം, അതിനകത്തൊരു മാന്യതയും ധാർമ്മികതയും ഉണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഡിലേ ആയിക്കഴിഞ്ഞാൽ വീട്ടിലുള്ള കുടുംബത്തിലെയും ഈ പൈസ വാങ്ങിയ ആൾക്കാരുടെയും നഗ്നചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പൈസയല്ല പണി വരും എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ഈ തട്ടിപ്പുകാരോട് എന്ത് ചെയ്യും എന്നുള്ളതാണ്. ചില രഹസ്യങ്ങളൊക്കെ ഞങ്ങൾ പങ്കുവെച്ച് തരാം പ്രിയപ്പെട്ട പ്രേക്ഷകരോട്. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നിങ്ങൾ പോയി തലവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ലഹരിക്ക് വേണ്ടി തലവെച്ച് കൊടുക്കുന്നത് ആവരുത്. അതല്ലാതെ അത്യാവശ്യത്തിന് പണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പണം തിരിച്ചു കൊടുക്കുക, ന്യായമായ പലിശയും കൊടുക്കുക. അതിനും അപ്പുറത്തേക്ക് എന്താ അവന്മാർ ചെയ്യുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇങ്ങനെ ആളുകൾ നിങ്ങളെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അതിനകത്ത് നിങ്ങൾ വീണ് പോരുത്. ചില കോൾ സെന്ററിൽ നിന്നൊക്കെ വരുന്ന വിളികളൊക്കെ കേട്ടാലേ ഒരേ സംഗീതാത്മകമായിട്ടായിരിക്കും വിളി. അത് നിങ്ങളുടെ പേരെവിടെയാണ്, നിങ്ങൾ സ്ഥലമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കത്തില്ലേ, അതേപോലെയാണ് ഈ ചങ്ങാതിമാർ വിളിക്കുന്നത്. നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ നിങ്ങളുടെ നഗ്നചിത്രം എടുത്ത് പ്രചരിപ്പിക്കുമെന്ന്. പിന്നെ ആര്